ഗ്ലോബൽ പോളിറ്റിക്സിലും സോഷ്യൽ മീഡിയയിലും ഒരേ സമയം വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതീവ ഗൗരവമുള്ള ചില വാർത്തകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്ട്രാറ്റജിക് ഐലൻഡായ ഷാഗോസ് അപ്പാടെ വിലയ്ക്ക് വാങ്ങാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിയൽ എസ്റ്റേറ്റ് ബുദ്ധിയുമായിട്ട് ഇറങ്ങിയത് ഒരു വശത്തുണ്ട്. അതിനിടയിൽ ഹോളിവുഡ് നഗരമായ ലോസ് ആഞ്ചലസ് ഭരിക്കാൻ ഒരു മലയാളി വനിത സെലിബ്രിറ്റീസിനോട് ഫൈറ്റ് ചെയ്ത് മുന്നേറുന്ന മറ്റൊരു മാസ് സ്റ്റോറിയുണ്ട്. അതോടൊപ്പം തന്നെ ബഹിരാകാശത്ത് ഇന്ത്യയെ നിരീക്ഷിക്കാൻ ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഒരുക്കുന്ന ചാരക്കണ്ണുകളും അതിന് ഇസ്രോ നൽകുന്ന മാസ മറുപടിയും. ഇതിനെല്ലാം പുറമെ അമേരിക്കയിൽ ഒരു ഇന്ത്യൻ ടെക്കി ക്രൂരമായ വംശീയ കെണിക്ക് ഇരയായ ഞെട്ടിക്കുന്ന വിവരങ്ങളും യുകെയിലെ സങ്കീർണമായ വംശീയ പുകിലുകളിൽ ഇലോൺ മസ്ക് ഇടപെടുന്നതുമായ ഡിജിറ്റൽ വാർ. അക്ഷരാർത്ഥത്തിൽ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിപ്പിക്കുന്ന ഈ വമ്പൻ സംഭവങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വെൽക്കം ടു ലോക. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കൃത്യം നടുവിലായിട്ട് കിടക്കുന്ന ഒരു കൂട്ടം ചെറു ദ്വീപുകളാണ് ഷാഗോസ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലുതും തന്ത്രപ്രധാനവുമായ ദ്വീപാണ് ദിയേഗോ ഗാർഷ്യ. ഈ പേര് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. നിലവിൽ യുകെയുടെ നിയന്ത്രണത്തിലാണ് എങ്കിലും അമേരിക്കയുടെ ഏറ്റവും വലിയ വിദേശ സൈനിക താവളങ്ങളിൽ ഒന്നാണിത്. ദക്ഷിണേഷ്യ, പശ്ചിമേഷ്യ, ആഫ്രിക്ക എന്നീ മേഖലകളിലേക്ക് വളരെ വേഗത്തിൽ യുദ്ധവിമാനങ്ങളും കപ്പലുകളും അയക്കാൻ അമേരിക്കയെ സഹായിക്കുന്നത് ഈ ദിയേഗോ ഗാർഷ്യയാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് ഈ ഒരു താവളം ജീവശ്വാസമാണ് എന്ന് പറയണം. ഇപ്പോൾ നടക്കുന്ന US, ഇസ്രായേൽ, ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഈ ഒരു ബേസിന്റെ പ്രാധാന്യം ഇരട്ടിച്ചിരിക്കുകയാണ്. ഇറാനെതിരെ മിസൈൽ ആക്രമണം നടത്താൻ ഈ ഒരു ബേസ് ഉപയോഗിക്കാൻ UK വൈകിയതിൽ ട്രംപ് കടുത്ത അതൃപ്തിയിലാണ്. അതുകൊണ്ട് തന്നെ ഇനി വാടകയ്ക്കും ലീസിനും ഒന്നും നിൽക്കാൻ പറ്റില്ല, ഈ മണ്ണ് സ്വന്തമായിട്ട് തന്നെ വേണമെന്നാണ് ട്രംപിന്റെ പുതിയ വാശി. നമുക്കിതിന്റെ കുറച്ച് ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ മൊറീഷ്യസിന് ബ്രിട്ടൻ സ്വാതന്ത്ര്യം നൽകുന്നതിന് തൊട്ടു മുൻപാണ്, അതായത് 1965 ഈ ദ്വീപുകളെ തങ്ങളുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കിയത്. തുടർന്ന് അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളെ മുഴുവൻ നിർബന്ധിതമായി ഒഴിപ്പിച്ചുകൊണ്ടാണ് അമേരിക്കയ്ക്കായിട്ട് ഇവിടെ സൈനിക താവളം ഒരുക്കിയത്. സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ആ പാവം ജനങ്ങൾ ഇന്നും നീതിക്കായിട്ട് അലയുകയാണ്. വർഷങ്ങളായിട്ട് മൗറീഷ്യസ് ഈ ദ്വീപിനായിട്ട് അന്താരാഷ്ട്ര കോടതികളിൽ നിയമ പോരാട്ടം നടത്തി വരികയായിരുന്നു. ഒടുവിൽ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ മൗറീഷ്യസുമായിട്ട് ഒരു ധാരണയിലെത്തിയത്. അതനുസരിച്ച് ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ബ്രിട്ടൻ മൗറീഷ്യസിന് കൈമാറും. പകരം ദിയേഗോ ഗാർഷ്യയിലെ സൈനിക താവളം അടുത്ത 99 വർഷത്തേക്ക് ബ്രിട്ടനും അമേരിക്കയ്ക്കും ലീസിന് നൽകും. ഇതിനായിട്ട് വൻ തുകയും മൗറീഷ്യസിന് നൽകാമെന്നായിരുന്നു. പക്ഷെ അധിക ഓഫ്സെറ്റ്സിലേക്ക് വന്ന ഉടൻ ട്രംപ് കളി മാറ്റി. ഇതൊരു തികഞ്ഞ മണ്ടൻ കരാർ, ആക്ട് ഓഫ് ഗ്രേറ്റ് സ്റ്റുപ്പിഡിറ്റി, ഒരു മണ്ടത്തരം ആണ് എന്നാണ് ട്രംപ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. കമ്മ്യൂണിസ്റ്റ് ചൈനയോട് അടുത്ത ബന്ധം പുലർത്തുന്ന മൗറീഷ്യസിന് ഈ ദ്വീപ് കൈമാറിയാൽ അവിടെ ചൈനീസ് ചാരക്കണ്ണുകൾ എത്തുമെന്നും അത് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുമെന്നും റിപ്പബ്ലിക്കൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ട്രംപ് കാട്ടായം പറഞ്ഞു, ദിയേഗോ ഗാർഷ്യ ആർക്കും അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇനി ട്രംപ് ശക്തമായി എതിർത്തതോടെ ബ്രിട്ടൻ ആകെ പെട്ടുപോയ ഒരു അവസ്ഥയിലായിരുന്നു. അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകില്ലെന്ന് വ്യക്തമാക്കി ബ്രിട്ടീഷ് പാർലമെന്റ് മൗറീഷ്യസുമായിട്ടുള്ള പരമാധികാര കൈമാറ്റ കരാർ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ട്രംപിന്റെ പുതിയ ട്വിസ്റ്റ് വരുന്നത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ മുന്നോട്ട് വെച്ച ഒരു പുതിയ പ്ലാൻ ഇപ്പോൾ വൈറ്റ് ഹൌസിന്റെ പരിഗണനയിലാണ്. അതായത് പ്ലാൻ ഇങ്ങനെയാണ്: ബ്രിട്ടൻ ആദ്യം മൗറീഷ്യസുമായിട്ടുള്ള പരമാധികാര കരാർ പൂർത്തിയാകട്ടെ, അതോടെ ദ്വീപിന്റെ പൂർണ്ണ അവകാശം മൗറീഷ്യസിന് കിട്ടും. തൊട്ടു പിന്നാലെ ബ്രിട്ടനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അമേരിക്ക നേരിട്ട് മൗറീഷ്യസുമായിട്ട് ചർച്ച നടത്തും. എന്നിട്ട് വൻ തുക കൊടുത്ത് ആ ഒരു ദ്വീപ് അപ്പാടെ അമേരിക്ക അങ്ങ് വിലയ്ക്ക് വാങ്ങും. സാമ്പത്തികമായിട്ട് അത്ര ഭദ്രമല്ലാത്ത മൗറീഷ്യസ് വലിയ തുക ഓഫർ ചെയ്താൽ കച്ചവടത്തിന് സമ്മതിക്കുമെന്നാണ് വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടൽ. മുൻപ് വാടക ഇനത്തിൽ വലിയ തുക നൽകാൻ ബ്രിട്ടൻ തയ്യാറായതിനേക്കാൾ വലിയ പാക്കേജ് അമേരിക്ക മുന്നോട്ട് വെച്ചേക്കാം. പക്ഷേ ഈ റിയൽ എസ്റ്റേറ്റ് വിദേശ നയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. 21ാം നൂറ്റാണ്ടിലും രാജ്യങ്ങളുടെ പരമാധികാരവും ഭൂമിയും പണം കൊടുത്ത് വാങ്ങാമെന്ന ചിന്ത ജനാധിപത്യ മൂല്യങ്ങൾക്ക് ചേർന്നതാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. മുൻപ് ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ ഡെൻമാർക്ക് ട്രംപിന്റെ മുഖത്തടിച്ചതുപോലെയാണ് മറുപടി നൽകിയത്. എന്നാൽ മൊറീഷ്യസിന് മേൽ അമേരിക്കൻ സമ്മർദ്ദം ശക്തമാണ്. ബ്രിട്ടൻ അകത്തും ഇത് വലിയ രാഷ്ട്രീയ പുകിലുണ്ടാക്കുന്നുണ്ട്. സ്വന്തം അധീനതയിലുള്ള ഒരു പ്രദേശം മറ്റൊരു രാജ്യത്തിന്, അത് അമേരിക്കയാണെങ്കിൽ പോലും, വിട്ടുകൊടുക്കുന്നത് ബ്രിട്ടന്റെ അന്തസ്സിന് തിരിച്ചടിയാണ് എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട്. അതേസമയം ചൈനയുടെ കടന്നുകയറ്റം തടയാൻ ട്രംപിന്റെ ഈ വിലയ്ക്ക് വാങ്ങൽ തന്ത്രമാണ് നല്ലതെന്ന് കരുതുന്നവരും യുകെയിലുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ വൻ ശക്തികളുടെ ചതുരംഗക്കളി ഇന്ത്യയെയും ബാധിക്കുന്ന ഒന്നാണ്. കാരണം നമ്മുടെ തൊട്ടടുത്താണ് ഈ സൈനിക നീക്കങ്ങൾ നടക്കുന്നത്. വരും മാസങ്ങളിൽ US-ഉം UK-യും മൊറീഷ്യസും തമ്മിൽ നടത്തുന്ന ചർച്ചകൾ ആഗോള രാഷ്ട്രീയത്തിന്റെ തന്നെ ഗതി നിർണ്ണയിക്കും. വൻ ശക്തികളുടെ ഈ കച്ചവട കണ്ണുകൾക്ക് മുന്നിൽ ചെറിയ രാജ്യങ്ങളുടെ പരമാധികാരവും സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഷാഗോസ് ജനതയുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുമോ, അതോ പണക്കൊഴുപ്പിൽ ഭൂപടങ്ങൾ വീണ്ടും തിരുത്തി എഴുതപ്പെടുമോ? കണ്ടു തന്നെ അറിയണം.
ലോകത്തിന്റെ വിനോദ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഹോളിവുഡ് താരങ്ങൾ വാഴുന്ന ലോസ് ആഞ്ചലസ് നഗരത്തിന്റെ ഭരണം ഒരു മലയാളി കയ്യിലെടുത്താൽ എങ്ങനെയുണ്ടാകും? അതെ, അങ്ങനെയൊരു ചരിത്ര നിമിഷത്തിനാണ് ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോസ് ആഞ്ചലസ് മേയർ തിരഞ്ഞെടുപ്പിന്റെ പ്രൈമറി വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അമേരിക്കൻ ടെലിവിഷൻ രംഗത്തെ വമ്പൻ റിയാലിറ്റി ഷോ താരമായ സ്പെൻസർ പ്രാറ്റിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മലയാളി വംശജയായ നിത്യാരാമൻ. ആദ്യഘട്ടത്തിൽ വലിയ ലീഡുണ്ടായിരുന്ന സ്പെൻസർ പ്രാറ്റിന്റെ നെഞ്ചിൽ തീക്കനൽ കോരിയിട്ടിട്ടാണ് ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ നിത്യാരാമൻ വൺ ട്വിസ്റ്റിലൂടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഹോളിവുഡിന്റെ മണ്ണിൽ പണക്കൊഴുപ്പും സെലിബ്രിറ്റി ഇമേജും മാറ്റിവെച്ച് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു മലയാളി വനിത നടത്തുന്ന ഈ പോരാട്ടം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ലോസ് ഏഞ്ചലസിൽ സംഭവിക്കുന്നത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ ഈ വോട്ടിംഗ് സിസ്റ്റം എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കാം. ലോസ് ആഞ്ചലസിൽ നടക്കുന്നത് നോൺ പാർട്ടിസൺ ബ്ലാങ്കറ്റ് പ്രൈമറിയാണ്. അതായത് പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥാനാർത്ഥികളും ഒരൊറ്റ ബാലറ്റിൽ മത്സരിക്കും. ഈ പ്രൈമറിയിൽ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് 50% വോട്ടിൽ കൂടുതൽ കിട്ടിയാൽ അവർ നേരിട്ട് ജയിക്കും. പക്ഷേ ആർക്കും 50% കിട്ടിയില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ടോപ്പ് 2 കാൻഡിഡേറ്റ്സ് നവംബർ 3, 2026 നടക്കുന്ന ഫൈനൽ റൺ ഓഫ് ഇലക്ഷനിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെടും. ഈ ഇലക്ഷനിൽ പ്രധാനമായും 3 പേർ തമ്മിലാണ് ഫൈറ്റ് ഇപ്പോൾ നടക്കുന്നത്. ഒന്നാമത് കാരൻ ബാസ് ആണ്, നിലവിലെ സിറ്റി മേയറാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒഫീഷ്യൽ ലീഡറാണ്. ഹൗസിംഗ്, ഡെവലപ്മെന്റ് എന്നിവയാണ് മെയിൻ അജണ്ട. രണ്ടാമത്തേത് നിത്യാരാമൻ, നിലവിലെ സിറ്റി കൗൺസിൽ അംഗമാണ്, നമ്മുടെ മലയാളി വംശജയാണ്. ഭവനരഹിതരുടെ പുനരധിവാസം പോലുള്ള ജനകീയ പുരോഗമന വിഷയങ്ങളാണ് ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സ്പെൻസർ പ്രാറ്റ്, ഹോളിവുഡ് റിയാലിറ്റി TV സ്റ്റാർ ആണ് ഈ പ്രാറ്റ് എന്ന് പറയുന്ന വ്യക്തി. റിപ്പബ്ലിക്കൻ അനുഭവമുള്ള ഒരു പോപ്പുലിസ്റ്റ് കാൻഡിഡേറ്റ് ആണ്. ക്രമസമാധാനവും നഗര സുരക്ഷയുമാണ്, ലോ ആൻഡ് ഓർഡർ ആണ് പുള്ളിയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യ പിന്തുണയുമുണ്ട് ഇയാൾക്ക്. ഇനി വാർത്തയിലേക്ക് വരാം. നിലവിലെ ലോസ് ആഞ്ചലസ് മേയറായ കാരൻ ബാസ് ഏകദേശം 34.68% വോട്ടുകളോടെ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം ഒരു സ്ഥാനാർത്ഥിക്കും 50%-ലധികം വോട്ട് കിട്ടിയില്ലെങ്കിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്നവർ തമ്മിൽ നവംബറിൽ നേരിട്ടൊരു റൺ ഓഫ് മത്സരം നടക്കുമെന്നാണ്. അതുകൊണ്ട് കാരൻ ബാസിനെതിരെ നവംബറിൽ ആര് മത്സരിക്കും എന്നതിനാണ് ഇപ്പോൾ ഒരു കടുത്ത പോരാട്ടം നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യ രാത്രികളിൽ സൂചനകളെല്ലാം സ്പെൻസർ പ്രാറ്റിന് അനുകൂലമായിരുന്നു. MTVയുടെ പ്രശസ്തമായ ദ ഹിൽസ് എന്ന ഷോയിലൂടെ തരംഗമായ സ്പെൻസർ പ്രാറ്റിന് തുടക്കത്തിൽ നല്ല മേൽക്കൈ ഉണ്ടായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞ് കൂടുതൽ പോസ്റ്റൽ വോട്ടുകളും പ്രൊവിഷണൽ വോട്ടുകളും എണ്ണി തുടങ്ങിയതോടെ കളിയാകെ മാറിമറിഞ്ഞു. ഏറ്റവും പുതിയ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം ഏകദേശം 83% വോട്ടുകൾ എണ്ണി തീരുമ്പോൾ, അതായത് ഇന്ന് വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നിത്യാരാമൻ 27.12% വോട്ട് നേടി രണ്ടാമതെത്തിയിരിക്കുകയാണ്. സ്പെൻസർ പ്രാറ്റിന് ഇത് വന്നിട്ട് 26.69% വോട്ടുകളിലേക്ക് പിന്നാക്കം പോയിരിക്കുകയാണ്. ഏതായാലും വോട്ടുകൾ പൂർണ്ണമായി എണ്ണിക്കഴിഞ്ഞ് ജൂലൈ 2 ഒഫീഷ്യൽ റിസൾട്ട് വരും. നിത്യാരാമൻ രണ്ടാമത് എത്തിയാൽ നവംബറിലെ പോരാട്ടം ഡെമോക്രാറ്റുകൾ തമ്മിലുള്ള ഒരു ഇന്റേണൽ ഫൈറ്റ് ആകും. സ്പെൻസർ പ്രാറ്റ് രണ്ടാമത് എത്തിയാൽ കളി ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയും തമ്മിലുള്ള ഒരു കടുത്ത യുദ്ധമായിട്ട് മാറും. ഇതാണ് ഇവിടുത്തെ പ്രധാന സംഭവം എന്ന് പറയുന്നത്. വെറും 3200-ലധികം വോട്ടുകളുടെ നേരിയ ലീഡിലാണ് നിത്യാരാമൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. കാലിഫോർണിയയിലെ ഈ സങ്കീർണമായ വോട്ടിംഗ് രീതി സ്പെൻസർ പ്രാറ്റിന്റെ ക്യാമ്പിനെ ആകെ നിരാശയിലാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ നീണ്ടുപോകുന്നതിനെ പരിഹസിച്ചുകൊണ്ട് ജോൺ നാഷിന്റെ എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന സിനിമയിലെ ഒരു ചിത്രം വെച്ച് ഞാൻ ലോസ് ഏഞ്ചലസിലെ വോട്ടെണ്ണൽ രീതി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പ്രാറ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച മീം ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. കേരളത്തിൽ ജനിച്ച് പിന്നീട് ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്ക് കുടിയേറിയ നിത്യാരാമൻ വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് ലോസ് ആഞ്ചലസ് രാഷ്ട്രീയത്തിലെ ഒരു ശക്തമായ സാന്നിധ്യമായിട്ട് മാറിയത്. നിലവിൽ LA സിറ്റി കൗൺസിൽ അംഗമായ നിത്യ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരിയാണ്. 2020 വലിയൊരു അട്ടിമറി വിജയത്തിലൂടെയാണ് അവർ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോസ് ആഞ്ചലസ് സിറ്റി കൗൺസിലിലെത്തുന്ന ആദ്യ സൗത്ത് ഏഷ്യൻ വനിത കൂടിയാണ് നിത്യ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രമാണ് അവർ മേയർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിലേക്ക് സർപ്രൈസ് എൻട്രി നടത്തിയത്. പാരീസിലെ ഭവനരഹിതരുടെ പ്രശ്നങ്ങൾ മുതൽ ലോസ് ആഞ്ചലസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ കുറഞ്ഞ ചെലവിലുള്ള പാർപ്പിട നിർമ്മാണം, ഭവനരഹിതരുടെ പുനരധിവാസം തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നിത്യാരാമൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന അവരുടെ ഈ ഒരു ശൈലിക്ക് സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. മറുഭാഗത്ത് സ്പെൻസർ പ്രാറ്റ് ഉപയോഗിച്ചത് തികച്ചും വ്യത്യസ്തമായ തന്ത്രങ്ങളായിരുന്നു. സോഷ്യൽ മീഡിയയിലും TV ഷോകളിലും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പ്രാറ്റ് തന്റെ സെലിബ്രിറ്റി ഇമേജ് പൂർണ്ണമായിട്ട് വോട്ടാക്കി മാറ്റാനാണ് ശ്രമിച്ചത്.
കഴിഞ്ഞ വർഷം ലോസ് ആഞ്ചലസിലുണ്ടായ ഭീകരമായ കാട്ടുതീയിൽ സ്വന്തം വീട് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് പ്രാറ്റ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. നഗരത്തിലെ ക്രമസമാധാന തകർച്ച, വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ, നിലവിലെ ഭരണകൂടത്തിന്റെ അനാസ്ഥ എന്നിവയായിരുന്നു പ്രാറ്റിന്റെ പ്രധാന ആയുധങ്ങൾ. പാരിസ് ഹിൽട്ടൺ, ജോ റോഗൻ തുടങ്ങിയ പ്രമുഖ സെലിബ്രിറ്റികളുടെയും ബിസിനസ് ഭീമന്മാരുടെയും വലിയ പിന്തുണ പ്രാറ്റിനുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും US പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് പോലും സ്പെൻസർ പ്രാറ്റിനെ പരസ്യമായിട്ട് പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രാറ്റ് ഒരു വലിയ മാഗ, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ വ്യക്തിയാണ് എന്ന് ഞാൻ കേട്ടു. അവൻ നന്നായിട്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എന്നാൽ ലോസ് ആഞ്ചലസ് നഗരത്തിൽ ട്രംപിന് അത്ര ജനപ്രീതി ഇല്ലാത്തതിനാൽ പ്രാറ്റ് ഈ പിന്തുണയിൽ നിന്ന് അല്പം അകലം പാലിക്കാൻ ശ്രമിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇനി വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന അന്തിമ ഫലം ലോസ് ആഞ്ചലസിന്റെ ഭാവി രാഷ്ട്രീയം എങ്ങോട്ട് സഞ്ചരിക്കുമെന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കും. ജൂലൈ 10-നകം വോട്ടുകൾ പൂർണ്ണമായിട്ട് സർട്ടിഫൈ ചെയ്യുമെന്നാണ് ഔദ്യോഗിക വിവരം. ട്രെൻഡുകൾ അനുസരിച്ച് നിത്യാരാമൻ തന്നെ 2ാം സ്ഥാനം നിലനിർത്തുകയാണെങ്കിൽ നവംബർ 3-ന് നടക്കുന്ന ഫൈനൽ റൺ ഓഫ് പോരാട്ടം തികച്ചും രസകരമാകുമെന്ന് പറയണം. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ 2 വ്യത്യസ്ത ആശയധാരകൾ തമ്മിലുള്ള ഒരു ആഭ്യന്തര ഒരു ഇന്റേണൽ ഫൈറ്റ് ആയിട്ട് അത് മാറും. നിലവിലെ മേയർ കാരൻ ബാസ് പ്രതിനിധീകരിക്കുന്ന പരമ്പരാഗതമായ ഡെമോക്രാറ്റിക് നേതൃത്വവും അതുപോലെ നിത്യാരാമൻ നയിക്കുന്ന പുരോഗമന പരിഷ്കരണവാദികളും തമ്മിലുള്ള കടുത്ത ആശയപരമായ പോരാട്ടമായിരിക്കും ഇത്. അതല്ല, വരും ദിവസങ്ങളിൽ സ്പെൻസർ പ്രാറ്റ് ആണ് വീണ്ടും 2ാമത് എത്തുന്നതെങ്കിൽ അത് പരമ്പരാഗത രാഷ്ട്രീയവും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി തരംഗവും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമായി മാറും. ലോസ് ഏഞ്ചലസ് പോലെ ഒരു വലിയ നഗരത്തിന്റെ ഭരണ തലപ്പത്തേക്ക് ഒരു മലയാളി വംശജ മത്സരിക്കുകയും ട്രംപിന്റെ പിന്തുണയുള്ള ഒരു വമ്പൻ സെലിബ്രിറ്റിയെ വെല്ലുവിളിച്ച് മുന്നേറുകയും ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് വലിയൊരു പ്രചോദനമാണ്. പ്രവാസി മലയാളികൾ കേവലം ജോലികളിൽ മാത്രമല്ല, മറിച്ച് തങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളിലെ നയരൂപീകരണത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും നിർണായകമായ സ്വാധീനമായി മാറുന്നുവെന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ നിത്യാരാമന്റെ ഓരോ വോട്ടിന്റെയും വർധനവ് മലയാളി സമൂഹവും വലിയ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഈ വമ്പൻ പോരാട്ടത്തിൽ നിത്യാരാമന് ഫൈനലിലേക്ക് മുന്നേറാൻ സാധിക്കുമോ? ഹോളിവുഡ് മണ്ണിൽ ഒരു മലയാളി മേയർ വരുമോ? കാത്തിരുന്ന് തന്നെ കാണണം. യുദ്ധങ്ങൾ ഇപ്പോൾ കേവലം മണ്ണിലും വിണ്ണിലും കടലിലും മാത്രമല്ല നടക്കുന്നത്. അതിനുമപ്പുറം നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ ബഹിരാകാശത്ത് ശത്രുരാജ്യങ്ങൾ വലിയൊരു ചതുരംഗ കളി തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ ഇന്ത്യൻ അതിർത്തികളെയും സൈനിക നീക്കങ്ങളെയും 24 മണിക്കൂറും നിരീക്ഷിക്കാൻ തക്കവണ്ണം ഒരു വമ്പൻ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ഉപഗ്രഹ ശൃംഖല ബഹിരാകാശത്ത് വിന്യസിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേവലം 16 മാസങ്ങൾക്കുള്ളിൽ 6 അത്യാധുനിക എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹങ്ങളാണ് പാകിസ്ഥാൻ ചൈനീസ് മണ്ണിൽ നിന്നും വിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിൽ പല ഉപഗ്രഹങ്ങളും കാശ്മീരിനെ ലക്ഷ്യം വെച്ച് വളരെ അസാധാരണമായ ഭ്രമണപഥത്തിൽ നിന്നാണ് കറങ്ങുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് പാകിസ്ഥാന്റെ ഈ പുതിയ നീക്കം? ഇതിന് പിന്നിൽ ചൈനയുടെ ബുദ്ധി എന്താണ്? ഇന്ത്യ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. പാകിസ്ഥാന്റെ സ്പേസ് ഏജൻസിയായ സുപാർകോ ചൈനയുടെ Jiuquan സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിൽ നിന്നും തുടർച്ചയായി ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി അവരുടെ ആദ്യത്തെ ഹൈപ്പർ സ്പെക്ട്രൽ സാറ്റലൈറ്റ് ആയ H1 വിജയകരമായിട്ട് ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഇതിനു പുറമെ EO1, KS1, PRSS-02 തുടങ്ങിയ ഉപഗ്രഹങ്ങളും ഇപ്പോൾ സജീവമാണ്. സാധാരണയായിട്ട് ഇത്തരം ഉപഗ്രഹങ്ങൾ കൃഷി ആവശ്യങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാനുമാണ് ഉപയോഗിക്കാറുള്ളത് എന്നാണ് പാകിസ്ഥാൻ പുറമേക്ക് പറയുന്നത്. എന്നാൽ ഡിഫൻസ് ലിങ്ക്ഡ് ഇൻഫർമേഷൻ അനുസരിച്ച് ഇതിന്റെ പ്രധാന ലക്ഷ്യം മറ്റൊന്നാണ്. ഈ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹൈ റെസല്യൂഷൻ ഒപ്റ്റിക്കൽ സെൻസറുകൾക്ക് ഭൂമിയിലെ ചെറിയ ചലനങ്ങൾ വരെ കൃത്യമായിട്ട് പകർത്താൻ സാധിക്കും. പ്രത്യേകിച്ച് കശ്മീരിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ, ഫോർവേഡ് ബേസുകൾ, അതിർത്തിയിലെ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണങ്ങൾ എന്നിവ നിരന്തരം നിരീക്ഷിക്കുക എന്നതാണ് ഈ കോൺസ്റ്റലേഷൻ കൊണ്ട് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിന്റെ, അതായത് CPEC-യുടെ സുരക്ഷ എന്ന വ്യാജേനയാണ് ചൈന ഈ സാങ്കേതിക വിദ്യ പാകിസ്ഥാന് കൈമാറുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പാകിസ്ഥാനുമായിട്ടുണ്ടായ അതിർത്തി സംഘർഷങ്ങളിൽ ചൈന തങ്ങളുടെ പ്രശസ്തമായ ജിലിൻ സാറ്റലൈറ്റ് ശൃംഖല ഉപയോഗിച്ച് പാകിസ്ഥാന് റിയൽ ടൈം ഇന്റലിജൻസ് ഡേറ്റ നൽകിയതായിട്ട് ഇന്ത്യൻ തിങ്ക് ടാങ്കുകൾ കണ്ടെത്തിയിരുന്നു. നമ്മുടെ സൈന്യത്തിന്റെ ഒളിച്ചിരിപ്പും അതുപോലെ തന്ത്രപരമായ നീക്കങ്ങളും ഒക്കെ ശത്രുക്കൾക്ക് ചോർത്തി നൽകാൻ ഈ ചൈനീസ് സാറ്റലൈറ്റുകൾക്ക് കഴിഞ്ഞു. ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ചില സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാക്കിയിരുന്നു. രാത്രികാലങ്ങളിലും മോശം കാലാവസ്ഥയിലുമൊക്കെ ശത്രുവിന്റെ നീക്കങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ നമുക്ക് കൂടുതൽ കരുത്തുറ്റ സംവിധാനങ്ങൾ ആവശ്യമാണ് എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഇപ്പോൾ പാകിസ്ഥാൻ സ്വന്തമായി ഉപഗ്രഹങ്ങൾ അയക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ പൂർണ്ണമായ കൺട്രോളും ടാസ്കിങ്ങും ചൈനീസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. എന്നാൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഈ നീക്കങ്ങൾ കണ്ട് ഇന്ത്യ കൈയും കെട്ടി നോക്കി നിൽക്കുകയല്ല. അങ്ങനെ കരുതിയെങ്കിൽ തെറ്റി. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഈ ഭീഷണികൾ നേരിടാൻ ഇന്ത്യ ബഹിരാകാശത്ത് ഒരു വമ്പൻ
52 സാറ്റലൈറ്റ് സർവേലൻസ് ഗ്രിഡ് നിർമ്മിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. സ്പേസ് ബേസ്ഡ് സർവേലൻസ് ഫേസ് 3 പദ്ധതിക്ക് കീഴിൽ 2025 മുതൽ 2029 വരെയുള്ള കാലയളവിലാണ് ഈ ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, ഇതിൽ 31 ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ സ്വകാര്യ പ്രതിരോധ കമ്പനികളാണ്. പുതിയ സ്പേസ് പോളിസി 2026 അനുസരിച്ചാണിത്. ഈ ഉപഗ്രഹങ്ങളിൽ ഹൈബ്രിഡ് പേലോഡ്സ് ഉണ്ടായിരിക്കും. അതായത് സിന്തറ്റിക് അപ്പേർച്ചർ റഡാറും ഹൈ റെസല്യൂഷൻ ഒപ്റ്റിക്കൽ സെൻസറുകളും ഒരേപോലെ പ്രവർത്തിക്കും. കനത്ത മഞ്ഞായാലും കൂരിരുട്ടായാലും പ്രകൃതിക്ഷോഭം ഉണ്ടായാലും ശത്രുവിന്റെ ഒരൊറ്റ നീക്കവും ഇതിൽ നിന്നും മറച്ചുവെക്കാൻ സാധിക്കില്ല. മാത്രമല്ല, കുറഞ്ഞ ഭ്രമണപഥത്തിൽ കറങ്ങുന്ന ഡസൻ കണക്കിന് ചെറിയ ഉപഗ്രഹങ്ങൾ ആയതിനാൽ ശത്രുക്കളുടെ ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾക്കോ ഇലക്ട്രോണിക് യുദ്ധമുറകൾക്കോ ഇവയെ ഒന്നിച്ച് തകർക്കാൻ കഴിയില്ല. 2005 കൊൽക്കത്തയിൽ വെച്ച് പ്രഖ്യാപിച്ച ജോയിന്റ് മിലിറ്ററി സ്പേസ് ഡോക്ട്രിൻ അനുസരിച്ച് ഇന്ത്യ ബഹിരാകാശത്തെ ഒരു യുദ്ധമേഖലയായി തന്നെയാണ് കാണുന്നത്. നിലവിൽ ഇസ്രോയുടെ 10-ലധികം സാറ്റലൈറ്റുകൾ ഇന്ത്യയുടെ അതിർത്തികൾ കാക്കുന്നുണ്ട്. അതിനു പുറമെയാണ് ഈ 52 സാറ്റലൈറ്റുകളുടെ വമ്പൻ കോട്ട വരുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ ചൈനയുടെ തോളിൽ കൈയിട്ട് ബഹിരാകാശത്ത് എത്ര വലിയ വല നെയ്താലും അതിനെയൊക്കെ പൊളിക്കാനുള്ള കൃത്യമായ ഹോംവർക്ക് ഇന്ത്യ ചെയ്തു കഴിഞ്ഞു. വെറുതെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ഒരു പഴയ തന്ത്രമല്ല ഇപ്പോൾ ഇന്ത്യയുടേത്. ശത്രുപാളയത്തിലെ ഒരൊറ്റ അനക്കം പോലും മിനിറ്റുകൾക്കകം റഡാറിൽ പൊക്കിയെടുക്കുന്ന അതീവ മാരകമായ സ്പേസ് ഡിഫൻസ് സ്ട്രാറ്റജിയാണ് ഇന്ത്യ ഇപ്പോൾ പയറ്റുന്നത്. ഇസ്രോയും ഇന്ത്യൻ ഡിഫൻസ് വിങ്ങും ഒരുക്കുന്ന ഈ 52 സാറ്റലൈറ്റുകളുടെ സുരക്ഷാ കോട്ട യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ അതിർത്തികളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ വരുന്ന ചൈന പാകിസ്ഥാൻ ചാരക്കണ്ണുകളുടെ കണ്ണുമഞ്ഞളിക്കുമെന്ന് ഉറപ്പാണ്. മണ്ണിൽ മാത്രമല്ല, ഇനി ആകാശത്തും കളി ഇന്ത്യയോട് വേണ്ട എന്ന് തന്നെയാണ് രാജ്യം നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പ്. വലിയ സ്വപ്നങ്ങളുമായിട്ട് ലക്ഷങ്ങൾ ലോൺ എടുത്ത് ഉപരിപഠനത്തിനായാലും നല്ലൊരു കരിയറിനായാലും വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് മക്കളെ അയക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട, കണ്ണു തുറപ്പിക്കേണ്ട ഒരു വാർത്തയാണ് ഇപ്പോൾ US-ൽ നിന്നും പുറത്തു വരുന്നത്. അമേരിക്കയിലെ പെൻസിൽവാനിയയിലുള്ള ഫിലാഡൽഫിയയിൽ ഒരു വ്യാജ പിസ്സ ഓർഡറിന്റെ മറവിൽ അതീവ ക്രൂരമായിട്ട് കെണിയൊരുക്കി ഒരു ഇന്ത്യൻ യുവാവിനെ വെടിവെച്ചു കൊന്നിരിക്കുകയാണ്. തെലങ്കാനയിലെ ഹൈദരാബാദ് സ്വദേശിയായ 28 വയസ്സുകാരൻ അൻഷുൽ കുഞ്ചയാണ് ഈ ദാരുണ സംഭവത്തിന് ഇരയായത്. തങ്ങളുടെ ഏക മകൻ നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിൽ തകർന്നിരിക്കുന്ന കുടുംബം ഇപ്പോൾ ഇന്ത്യൻ മാതാപിതാക്കളോട് കണ്ണീരോടെ ഒരു കാര്യം അപേക്ഷിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളെ പഠിക്കാനോ ജോലിക്കോ ആയിട്ട് അമേരിക്കയിലേക്ക് അയക്കരുത്. എന്താണ് യഥാർത്ഥത്തിൽ ഫിലാഡൽഫിയയിൽ സംഭവിച്ചത്? ഇതിന് പിന്നിൽ അമേരിക്കയിൽ പടരുന്ന വംശീയതയുടെ, റേസിസത്തിന്റെ കറുത്ത കരങ്ങളുണ്ടോ? നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അൻഷുൽ ഒരു ഓർഡിനറി ഡെലിവറി ബോയ് മാത്രമായിരുന്നില്ല. വളരെ മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ഡേറ്റ അനലിസ്റ്റ് പ്രൊഫഷണൽ ആയിരുന്നു അദ്ദേഹം. ഹൈദരാബാദിലെ പ്രമുഖ കോളേജായ CBITയിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷം ഉപരിപഠനത്തിനായിട്ട് ഏകദേശം 4 വർഷം മുൻപാണ് അൻഷുൽ US-ലേക്ക് പോകുന്നത്. US-ലെ പ്രശസ്തമായ ഡ്രെക്സൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിസിനസ് അനലിറ്റിക്സിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത് ആമസോൺ ഇന്ത്യയിലും റിലയൻസ് ജിയോയിലും ഒക്കെ സീനിയർ അനലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്ത പരിചയ സമ്പത്തും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. നിലവിൽ നോർത്ത് ഫിലാഡൽഫിയയിലെ ഒരു ജാപ്പനീസ് മൾട്ടിനാഷണൽ കമ്പനിയിൽ നല്ലൊരു ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. പക്ഷേ തന്റെ പഠന ആവശ്യങ്ങൾക്കായിട്ട് എടുത്ത വലിയ എഡ്യൂക്കേഷണൽ ലോൺ വേഗത്തിൽ അടച്ചു തീർക്കാൻ വേണ്ടിയാണ് വീക്കെൻഡുകളിൽ, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ പീറ്റ്സ് പിസ്സ എന്ന ഷോപ്പിൽ അൻഷുൽ പാർട്ട് ടൈം ആയിട്ട് ഡെലിവറി ജോലിക്ക് പോയിരുന്നത്. ആ ഒരു തീരുമാനമാണ് ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത്. സംഭവം നടക്കുന്നത് ഫിലാഡൽഫിയയിലെ റെയ്മണ്ട് റോസൻ ഹോംസ് എന്ന ഹൗസിംഗ് കോംപ്ലക്സിലാണ്. രാത്രി ഏകദേശം 12:30 അൻഷുലിന് 3 പിസ്സകൾ ഡെലിവറി ചെയ്യാനുള്ള ഒരു ഓർഡർ ലഭിക്കുന്നു. ഓർഡർ ചെയ്ത അപ്പാർട്ട്മെന്റിലേക്ക് പിസ്സ ബോക്സുകളുമായിട്ട് അൻഷുൽ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഫിലാഡൽഫിയ ഹൗസിംഗ് അതോറിറ്റിയുടെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ച ബാഗും തൂക്കി 2 പേർ അൻഷുലിനെ പിന്തുടരുന്നതും ഇതിൽ കാണാം. എന്നാൽ അൻഷുൽ ഈ ഓർഡർ കൊണ്ടുകൊടുത്ത അപ്പാർട്ട്മെന്റ് യഥാർത്ഥത്തിൽ ആരും താമസിക്കാത്ത ഒരു ഒഴിഞ്ഞ വീടായിരുന്നു. അൻഷുൽ ആ ഒഴിഞ്ഞ അപ്പാർട്ട്മെന്റിൽ 3 പിസ്സ ബോക്സുകളും ഡെലിവറി ബാഗും വെച്ച് പുറത്തേക്ക് ഇറങ്ങിയ തൊട്ടടുത്ത നിമിഷം കെട്ടിടത്തിന് പുറത്തു വെച്ച് ആ ആക്രമികൾ അൻഷുലിന്റെ തലയ്ക്ക് പിന്നിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. 3 തവണയാണ് അവർ വെടിവെച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് 3 വെടിയുണ്ടകളുടെ കവചങ്ങൾ, ആ കേസുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വെടിയേറ്റ ഉടൻ തന്നെ അൻഷുൽ അവിടെ വീണ് മരിക്കുകയായിരുന്നു. ഈ കേസിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വശം എന്താണ് എന്ന് വെച്ചാൽ, അൻഷുലിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ മാലയോ വിലപിടിപ്പുള്ള ഫോണോ പണമോ ഒന്നും തന്നെ അക്രമികൾ കവർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ മോഷണ ശ്രമമല്ല, മറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ അവിടെ വരുത്തി കൊലപ്പെടുത്തിയ ഒരു കെണിയാണ്. ഇങ്ങനെയാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത്. ഇവിടെയാണ് വംശീയതയുടെ, റേസിസത്തിന്റെയും അതുപോലെ ഹെയ്റ്റ് ക്രൈമിന്റെയും സാധ്യതകൾ ഉയർന്നു വരുന്നത്. അടുത്ത കാലത്തായിട്ട് അമേരിക്കയിൽ ഇന്ത്യൻ വംശജർക്കും ഏഷ്യക്കാർക്കും എതിരെ കടുത്ത ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും പലപ്പോഴും അകാരണമായിട്ട് ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പല അമേരിക്കൻ നഗരങ്ങളിലും കുടിയേറ്റക്കാരെയും വിദേശികളെയും ലക്ഷ്യം വെച്ച് പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ നടത്തുന്ന ടാർഗറ്റഡ് റേഷ്യൽ വയലൻസ് വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്.
അൻഷുലിന്റെ കാര്യത്തിലും പണമോ മറ്റ് സാധനങ്ങളോ നഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് ഒരു ഏഷ്യൻ വംശജനായതുകൊണ്ട് മാത്രം വിദ്വേഷത്തിന്റെ പേരിൽ നടത്തിയ കൊലപാതകമാണോ ഇതെന്ന് യുഎസിലെ ഇന്ത്യൻ സമൂഹം ശക്തമായി സംശയിക്കുന്നുണ്ട്. ഹൈദരാബാദിലുള്ള അൻഷുലിന്റെ കുടുംബത്തിന് ഈ വാർത്ത വിശ്വസിക്കാൻ പോലും ആയിട്ടില്ല. ആസ്മ രോഗിയായ അമ്മ വിവരം അറിഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിലാണ്. അൻഷുലിന്റെ സഹോദരി തൻവി കുഞ്ച മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവന് അവിടെ ശത്രുക്കൾ ആരും ഇല്ലായിരുന്നു. ഇതൊരു വലിയ കെണിയാണ്. അവനെ കൊല്ലാൻ വേണ്ടി മാത്രം ആരോ ചെയ്തതാണ്. കൂടാതെ മുൻപ് ഒരിക്കൽ അമേരിക്കയിൽ വെച്ച് അൻഷുൽ ഒരു റോബറിക്ക് ഇരയായിട്ടുണ്ട് എന്നും അവന്റെ ഫോണും പണവും അന്ന് കവർന്നിരുന്നുവെന്നും സഹോദരി വെളിപ്പെടുത്തി. അമേരിക്കയിലെ സുരക്ഷാ വീഴ്ചകളെയും അതുപോലെ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ ചിന്താഗതികളെയും രൂക്ഷമായി വിമർശിച്ച അവർ ഒരു കാരണവശാലും ഇന്ത്യൻ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ അങ്ങോട്ട് അയക്കരുത് എന്നും കൂട്ടിച്ചേർത്തു. നിലവിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അൻഷുലിന്റെ ഭൗതിക ശരീരം എത്രയും വേഗം ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഫിലാഡൽഫിയ പോലീസ് അക്രമികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്കായിട്ട് $20,000 ഏകദേശം 16 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിസ്സ ഓർഡർ ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമ്പറും ആ കോംപ്ലക്സിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ലോൺ എടുത്തും കഷ്ടപ്പെട്ടും വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. കഠിനാധ്വാനിയായ ആരോടും ഒരു ശത്രുതയും ഇല്ലാത്ത ഒരു 28 വയസ്സുകാരൻ ടെക്കിയുടെ ജീവനാണ് ഒരു ദാരുണമായ വംശീയ കെണിയിലൂടെ നഷ്ടമായിരിക്കുന്നത്. അമേരിക്ക പറയുന്ന ജനാധിപത്യവും മനുഷ്യാവകാശവും കേവലം പൊള്ളയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ കാവലാളുകൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബ്രിട്ടനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കൗമാരക്കാരന്റെ ദാരുണമായ കൊലപാതകം, അതിനെ തുടർന്ന് രാജ്യം മുഴുവൻ പടരുന്ന വംശീയ കലാപങ്ങൾ, പോരാത്തതിന് ലോക കോടീശ്വരൻ ഇലോൺ മസ്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം. അതെ, അമേരിക്കയിലെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രസ്ഥാനത്തിന് സമാനമായിട്ട് ബ്രിട്ടനെ ആകെ ഉലയ്ക്കാൻ പോകുന്ന വലിയൊരു മനുഷ്യാവകാശ നയതന്ത്ര പ്രതിസന്ധിയിലേക്കാണ് UK ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹെൻറി നൊവോക്ക് എന്ന ബ്രിട്ടീഷ് കൗമാരക്കാരനെ ഒരു സിഖ് വംശജൻ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവമാണ് UK ഇപ്പോൾ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നത്. എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? ഇതിൽ എന്തിനാണ് ഇലോൺ മസ്കും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇടപെട്ടത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. സംഭവം നടക്കുന്നത് ബ്രിട്ടനിലാണ്. ഹെൻറി നൊവോക്ക് എന്ന UK സ്വദേശിയായ കൗമാരക്കാരൻ ഒരു സിഖ് വംശജനാൽ ക്രൂരമായി കുത്തിക്കൊല ചെയ്യപ്പെട്ടു. അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ടപ്പോൾ ഉയർന്നു കേട്ട "ഐ കാന്റ് ബ്രീത്ത്" എന്ന മുദ്രാവാക്യത്തിന് സമാനമായിട്ട് ഈ കൊലപാതകം UKയിലെ ഭൂരിപക്ഷ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള വംശീയ വിദ്വേഷത്തിന് കാരണമായിട്ടുണ്ട്. ബ്രിട്ടനിലെ വലതുപക്ഷ ഗ്രൂപ്പുകളും തദ്ദേശീയരും ഈ സംഭവത്തെ കുടിയേറ്റക്കാർക്കെതിരെയുള്ള വമ്പൻ ആയുധമാക്കി മാറ്റി. കാലങ്ങളായിട്ട് UKയിൽ നിലനിൽക്കുന്ന കുടിയേറ്റ വിരുദ്ധ മനോഭാവം ഈ ഒരൊറ്റ സംഭവത്തോടെ തെരുവുകളിലേക്ക് പടർന്നു. നിരവധി സ്ഥലങ്ങളിൽ അക്രമവും പ്രതിഷേധങ്ങളും ഒക്കെ അരങ്ങേറി. കൗമാരക്കാരന്റെ കൊലപാതകത്തെ വെറും ഒരു ക്രിമിനൽ കുറ്റമായി കാണാതെ ബ്രിട്ടീഷ് ജനതയുടെ സുരക്ഷയ്ക്കുമേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഒരു വിഭാഗം ഇതിനെ ചിത്രീകരിക്കുന്നത്. UKയിലെ ഈ ആഭ്യന്തര പ്രശ്നം ആഗോളതലത്തിലേക്ക് വളർന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ ഉടമ ഇലോൺ മസ്കിന്റെ ഇടപെടലോടെയാണ്. UKയിലെ അക്രമങ്ങളുടെ വീഡിയോകൾ പങ്കുവച്ചുകൊണ്ട് ബ്രിട്ടനിൽ ഒരു ആഭ്യന്തര യുദ്ധം ഒഴിച്ചുകൂടാനാവാത്തതാണ്, സിവിൽ വാർ ഇസ് ഇന്നെവിറ്റബിൾ എന്ന രീതിയിൽ മസ്ക് പോസ്റ്റ് ഇട്ടത് വലിയ വിവാദമായി. ഇതിനെതിരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇലോൺ മസ്ക് UKയെ വിഭജിക്കാൻ ശ്രമിക്കുകയാണ് എന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പല രാജ്യങ്ങളുടെയും ആഭ്യന്തര സുരക്ഷയ്ക്ക് പുതിയ ഭീഷണിയായി മാറിക്കഴിഞ്ഞു എന്നുമാണ് സ്റ്റാമർ കുറ്റപ്പെടുത്തുന്നത്. വ്യാജ വാർത്തകളും വിദ്വേഷ പ്രസ്താവനകളും ഓൺലൈൻ വഴി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഇതിനോടകം തന്നെ അമേരിക്കൻ രാഷ്ട്രീയവും ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രമുഖ നേതാവും ഡൊണാൾഡ് ട്രംപിന് വിശ്വസ്തനുമായ JD വാൻസ് UKയിലെ സാഹചര്യങ്ങളെയും അവിടുത്തെ നിയമവ്യവസ്ഥയെയും പരിഹസിച്ച് സംസാരിച്ചു. ഒരു ആണവായുധമുള്ള ഇസ്ലാമിക രാജ്യം ആദ്യമായിട്ട് ഉണ്ടാകുന്നത് UKയിലായിരിക്കുമെന്ന തരത്തിലുള്ള വാൻസിന്റെ മുൻകാല പ്രസ്താവനകളും ഇതിനോടൊപ്പം ചർച്ചയായിട്ടുണ്ട്. വാൻസിന്റെ ഈ അനാവശ്യ കമന്റുകളെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത് വലിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ഇന്ന് ഏതൊരു രാജ്യത്തെയും ക്രമസമാധാനം തകർക്കാൻ അതിർത്തി കടന്നുള്ള സൈന്യത്തിന്റെ ആവശ്യമില്ല, മറിച്ച് സോഷ്യൽ മീഡിയയിലെ ഒരൊറ്റ ട്രെൻഡിംഗ് ഹാഷ്ടാഗ് മതി. UKയിലെ ഒരു റീജിയണൽ ആയിട്ടുള്ള ഒരു കൊലപാതക കേസിനെ ആഗോളതലത്തിലെ വംശീയ ചർച്ചയാക്കി മാറ്റിയതിൽ സോഷ്യൽ മീഡിയ അൽഗോരിതംസിന് വലിയ പങ്കുണ്ട്. ഒരു വശത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്ന ഇലോൺ മസ്കും മറുഭാഗത്ത് രാജ്യത്തിന്റെ ക്രമസമാധാനം നിലനിർത്താൻ ഓൺലൈൻ സെൻസർഷിപ്പ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ജനാധിപത്യ സർക്കാരുകളും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഹെൻറി നൊവോക്കിന്റെ കൊലപാതകം ബ്രിട്ടനിലെ വംശീയതയുടെയും നിയമ സംവിധാനങ്ങളുടെയും വലിയൊരു പരാജയത്തെയാണ് കാണിക്കുന്നത്. പണവും സാങ്കേതിക വിദ്യയുമുള്ള വൻകിട കോടീശ്വരന്മാർക്ക് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ എത്രത്തോളം ഇടപെടാൻ സാധിക്കുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഇലോൺ മസ്കിന്റെ ഈ നീക്കങ്ങൾ. വൻ ശക്തികളുടെ ഈ ചതുരംഗ കളികളും വംശീയമായ തർക്കങ്ങളും ഡിജിറ്റൽ യുദ്ധങ്ങളും ഒക്കെ ലോകത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്.
എന്നാലും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും നമ്മുടെ രാജ്യം ബഹിരാകാശ സുരക്ഷയിലടക്കം സ്വയം പര്യാപ്തത നേടി കരുത്താർജിക്കുന്നു എന്നതും ആഗോള രാഷ്ട്രീയത്തിന്റെ വലിയ വേദികളിലേക്ക് നിത്യാരാമനെ പോലെയുള്ള മലയാളി വംശജർ ജനവിശ്വാസം നേടി മുന്നേറുന്നതും കാണുമ്പോൾ വലിയൊരു പ്രതീക്ഷയുണ്ട്. മാറ്റങ്ങൾ എന്നും പോസിറ്റീവ് ആകട്ടെ. വരും ദിവസങ്ങളിൽ ലോകത്ത് സമാധാനവും സുരക്ഷിതത്വവും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്.